ഹലോ എവരിവൺ. ഈ കാണുന്നത് ഒരു വുഡൻ ബ്രിഡ്ജാണ് കേട്ടോ. ഇത് ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പ്ലേസിൻ്റെ പേര് റേപ്പേഴ്സ്വിൽ എന്നാണ്. ബൈ ട്രെയിൻ സൂറിക്കിൽ നിന്ന് ഏകദേശം ഒരു 35-40 മിനിറ്റിൻ്റെ ഡിസ്റ്റൻസാണ് കേട്ടോ അവിടേക്കുള്ളത്. അപ്പോൾ ഈവനിങ് ഞങ്ങളൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. എത്ര നാൾ ഈ നാട്ടിൽ ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം കാണാൻ പറ്റുന്ന കാഴ്ചകൾ കണ്ടു തീർക്കുക എന്നാണ് ഉദ്ദേശം. സൂറിക്കിൽ നിന്ന് 40 മിനിറ്റിൻ്റെ യാത്ര മാത്രമേ ഉള്ളൂ എങ്കിലും ഇത് സൂറിക് ക്യാൻറ്റണിലല്ല കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. സെൻറ്റ് ഗാലൻ എന്ന് പറയുന്ന മറ്റൊരു ക്യാൻറ്റണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്യാൻറ്റൺ എന്ന് വെച്ചാലേ, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ക്യാൻറ്റൺസ് എന്നാണ് പറയുക. ആകെ മൊത്തം 26 ക്യാൻറ്റൺസാണ് കേട്ടോ സ്വിറ്റ്സർലാൻഡിലുള്ളത്. റേപ്പേഴ്സ്വിൽ എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് മറ്റൊരു നിക്ക് നെയിം കൂടി ഉണ്ട്. അത് ദ ടൗൺ ഓഫ് റോസസ് എന്നാണ്. ഇവിടെ ഒരുപാട് റോസ് ഗാർഡൻസ് ഉണ്ട് ഇത്ര. പക്ഷെ നമ്മൾ ഈ വുഡൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. റോസ് ഗാർഡൻസിക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഈ വുഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അങ്ങ് കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ മുകളിൽ നിന്ന്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 840 മീറ്ററോളം വരും. ഫീറ്റിൽ പറയുകയാണെങ്കിൽ ഏകദേശം 2750 അടി നീളം വരും. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് നല്ല ലെങ്ത്തിൽ ഈ വുഡൻ ബ്രിഡ്ജ് ഉണ്ട്. അധികം ഹൈറ്റൊന്നുമില്ല, വെള്ളത്തിൽ നിന്ന് അടുത്ത് തന്നെയാണ്. വെള്ളത്തിനും അധികം ആഴമൊന്നുമില്ല, പക്ഷേ എങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. കാണാൻ അതിമനോഹരമായ ഒരു സ്ഥലം. നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റിൽ ഈ വുഡൻ ബ്രിഡ്ജ് ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസാണ്. അത്യാവശ്യം ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. നിങ്ങൾ ആരെങ്കിലും സ്വിറ്റ്സർലാൻഡ് വിസിറ്റ് ചെയ്യാൻ പ്ലാനുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊന്ന് പറയാം. നിങ്ങൾ ഈ മൗണ്ടൻസും നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് സെർമാറ്റും മാറ്റർഹോൺ ഹിൽസിൻ്റെ കാഴ്ചകളും. അടുത്ത് നിങ്ങൾ പോകേണ്ടത് യുങ്ഫ്രോ റീജിയനിലാണ്. അവിടെ ഗ്രിൻഡൽവാൾഡ്, ലോട്ടർബ്രാനൻ, വെങ്കൻ, മ്യൂറൻ എന്ന് പറയുന്ന കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. എല്ലാം മൗണ്ടൻസാണ്. മൗണ്ടൻസിൻ്റെ ബ്യൂട്ടി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിറ്റ്ലീസ് പോകാം. മൗണ്ട് ടിറ്റ്ലീസ് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ഇന്ത്യൻസ് വരുന്ന ഒരു ഏരിയ കൂടിയാണ് മൗണ്ട് ടിറ്റ്ലീസ്. പിന്നെ ഇൻ്റർലാക്കൻ എന്നൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അവിടെ പാരാഗ്ലൈഡിങ് പോലെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളൊരു പ്ലേസാണത്. അതുപോലെ തന്നെ കാണാനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇനി നിങ്ങൾ ലേക്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേക്ക് ലുസേൺ കാണാൻ പോകാം. ലുസേണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ചാപ്പൽ ബ്രിഡ്ജും കൂടി കവർ ചെയ്യാം. അതുപോലെ തന്നെ ലേക്ക് ജനീവ ഉണ്ട്. ഇതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്സാണ്. അതുപോലെ തന്നെ സൂറിക്കിലും ലേക്ക് ഉണ്ട്. ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന ലേക്സിലെല്ലാം ബോട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം ആക്ടിവിറ്റീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ചെയ്യാവുന്നതാണ്. പിന്നെ സ്വിസിൻ്റെ ക്യാപിറ്റലായ ബേണിൽ വേണമെങ്കിൽ പോകാം. അവിടെ യുനെസ്കോ ലിസ്റ്റഡ് ആയിട്ടുള്ള ഓൾഡ് ടൗണുകളും ആർക്കേഡ്സും അതുപോലെ തന്നെ ക്ലോക്ക് ടവറൊക്കെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ വാട്ടർഫാൾസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈൻ ഫാൾസ് നല്ലൊരു ഓപ്ഷനാണ്. അടിപൊളിയാണ്, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രെയിൻ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഗ്ലേസിയർ എക്സ്പ്രസ്സും അതുപോലെ ബെർണീന എക്സ്പ്രസ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ വേൾഡിൽ തന്നെ ഏറ്റവും സീനിക്കും എക്സ്പെൻസീവുമായിട്ടുള്ള ട്രെയിൻ ജേർണീസാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.